സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് SSCRT മോക്ക് ടെസ്റ്റ് ആണ്. 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള അധ്യായം ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. ഈ ഒരു അധ്യായത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. പിന്നത്തെ ക്ലാസ്സിൽ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 44 മാർക്കാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായി നമുക്ക് അനുഭവപ്പെടുവാൻ കാരണമെന്ത്? സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുവാൻ കാരണം. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്ര ഡിഗ്രിയാണ്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്. സൗരയൂഥത്തിൽ ഭ്രമണദിശ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏവ? സൗരയൂഥത്തിലെ ഭ്രമണദിശ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടുള്ള ഗ്രഹങ്ങൾ ഏവ? ശുക്രൻ, യുറാനസ്. ശുക്രൻ, യുറാനസ്. കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണദിശയുള്ള ഗ്രഹങ്ങളാണ് ശുക്രനും യുറാനസും. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന കൃത്യമായ സമയം എത്ര? ഒരു ഭ്രമണം പൂർത്തിയാക്കാനായിട്ട് ഭൂമി എടുക്കുന്ന കൃത്യമായ സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമി എടുക്കുന്ന കൃത്യമായ സമയം. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയുടെ പേര്? ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ പ്രകാശവൃത്തം. ഓപ്ഷൻ സി ആണ് പ്രകാശവൃത്തം. ഭൂമിയിൽ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന പ്രകാശരേഖ, സാങ്കല്പിക രേഖ അറിയപ്പെടുന്നതാണ് പ്രകാശവൃത്തം എന്നത്. പ്രകാശവൃത്തം. ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാ വ്യതിയാനം ഉണ്ടാകുന്നു. ഇതിന് കാരണമായ ബലം ഏത്? ഇരു അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? ദിശാ വ്യതിയാനം ഉണ്ടാകുന്നു. ഇതിന് കാരണമായ ബലം ഏത്? കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലം. കോറിയോലിസ് ബലം. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്ര ജലപ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റും എവിടെയാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്ക് സഞ്ചരിക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു എന്ന് കണ്ടെത്തിയ നിയമം ഏത്? നിയമം ഏതാണ്? ഫെറൽ നിയമമാണ്. ഫെറൽ നിയമം. ഓപ്ഷൻ ബി ഫെറൽ നിയമം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? പരിക്രമണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പരിക്രമണം. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം എത്രയാണ്?
365 ദിവസങ്ങളാണ്. 365 ദിവസങ്ങളാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം. 365 ദിവസങ്ങൾ. അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയറിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? അതിവർഷം അല്ലെങ്കിൽ ലീപ്പ് ഇയറിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത്? 366 ദിവസങ്ങളാണുള്ളത്. 366 ദിവസങ്ങൾ. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം എത്ര വർഷമെടുക്കുന്നു? ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കുവാൻ ഏകദേശം എത്ര വർഷമാണ് എടുക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഏകദേശം 26,000 വർഷം. ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വൃത്തം പൂർത്തിയാക്കാൻ ഏകദേശം 26,000 വർഷം എടുക്കുന്നു. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും പോലെ തന്നെയുള്ള അച്ചുതണ്ടിന്റെ കറക്കം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും പോലെയുള്ള അച്ചുതണ്ടിന്റെ കറക്കം അറിയപ്പെടുന്നതാണ് പുരസരണം. ഓപ്ഷൻ ബി, പുരസരണം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരുവാൻ കാരണം ഓപ്ഷൻ സി ആണ്, ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായത് കൊണ്ടാണ്. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായത് കൊണ്ടാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസം വരുവാൻ കാരണം. ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായത് കൊണ്ട്. പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥ സൗര സമീപകം അഥവാ പെരിഹീലിയൻ. പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന അവസ്ഥയാണ് സൗര സമീപകം അഥവാ പെരിഹീലിയൻ. സൗര സമീപകത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം എത്രയാണ്? സൗര സമീപകത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത് 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. 147 ദശലക്ഷം കിലോമീറ്റർ ആണ് സൗര സമീപകത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം. സൗര സമീപകം അഥവാ പെരിഹീലിയൻ സംഭവിക്കുന്ന മാസം ഏതാണ്? സൗര സമീപകം അഥവാ പെരിഹീലിയൻ സംഭവിക്കുന്ന മാസം ജനുവരി മാസമാണ്. ജനുവരി മാസത്തിൽ ഏത് ഡേറ്റ് ആണ് എന്നത് കമന്റ് ചെയ്യുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, പെരിഹീലിയൻ സംഭവിക്കുന്ന ദിവസം ഏത് എന്ന് കമന്റ് ചെയ്യുക. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏകദേശം ഏറ്റവും കൂടുതലായിരിക്കുന്ന അവസ്ഥ ഏത്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്നത് സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ ആണ്. സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുന്ന അവസ്ഥയാണ് സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ. സൂര്യോച്ചത്തിൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരം എത്രയാണ്? സൂര്യോച്ചത്തിൽ എത്രയാണ് വരുന്നത്? 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. 152 ദശലക്ഷം കിലോമീറ്റർ ആയിരിക്കും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഏകദേശ ദൂരം. എപ്പോഴാണ്? സൂര്യോച്ചത്തിൽ. സൂര്യോച്ചം അഥവാ അപ്ഹീലിയൻ സംഭവിക്കുന്നത് ഏത് മാസത്തിലാണ്? അപ്ഹീലിയൻ സംഭവിക്കുന്നത് ജൂലൈയിലാണ്. അപ്ഹീലിയൻ സംഭവിക്കുന്ന മാസം ഏതാണ്? ജൂലൈ. ഭൂമിയുടെ പരിക്രമണ വേഗത സെക്കൻഡിൽ എത്രയാണ്? ഭൂമിയുടെ പരിക്രമണ വേഗത സെക്കൻഡിൽ 30 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ പരിക്രമണ വേഗത സെക്കൻഡിൽ എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന ദിവസങ്ങൾ ഏവ? ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങൾ ഓപ്ഷൻ സി ആണ്, മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിലാണ് ഭൂമധ്യരേഖയിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന ദിവസങ്ങൾ. മാർച്ച് 21, സെപ്റ്റംബർ 23. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിവസങ്ങളെ എന്ത് വിളിക്കുന്നു? രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിവസങ്ങളാണ് വിഷുവങ്ങൾ. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിവസങ്ങൾ വിഷുവങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 അറിയപ്പെടുന്നത് വസന്ത വിഷുവം എന്നാണ്. ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് 21 വസന്ത വിഷുവം എന്ന് അറിയപ്പെടുന്നു.
ഉത്തരാർദ്ധഗോളത്തിൽ സെപ്റ്റംബർ 23 ഏത് പേരിൽ അറിയപ്പെടുന്നു? സെപ്റ്റംബർ 23 ശരത് വിഷുവം എന്ന് അറിയപ്പെടുന്നു. സെപ്റ്റംബർ 23 ശരത് വിഷുവം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങോട്ടാണ് നീങ്ങുന്നത്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഉത്തരായന രേഖ വരെ നീളുന്നു. വടക്ക് ഉത്തരായന രേഖ വരെ നീളുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് എന്നാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21-നാണ്. ജൂൺ 21. ജൂൺ 21 എന്ത് വിളിക്കുന്നു? ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനമായതുകൊണ്ട് ഈ കാലയളവിൽ ഉത്തരാർദ്ധ ധ്രുവ പ്രദേശങ്ങളിൽ എന്ത് പ്രത്യേകതയാണ് ഉണ്ടാകുന്നത്? 6 മാസക്കാലം പകൽ വെളിച്ചമായിരിക്കും. എപ്പോഴാണ് സമയം? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഉത്തരാർദ്ധ ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം പകൽ വെളിച്ചമായിരിക്കും അനുഭവപ്പെടുന്നത്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വടക്കോട്ട് ഏത് രേഖ വരെയാണ് നീളുന്നത്? സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം വടക്കോട്ട് ഉത്തരായന രേഖ വരെ നീളുന്നു. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്ന സമയം. സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ എടുക്കുന്നത് ഏകദേശം 27 ദിവസങ്ങളാണ്. ഏകദേശം 27 ദിവസങ്ങൾ. സൗരയൂഥം ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുവാൻ എടുക്കുന്ന സമയം. സൗരയൂഥം ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ പരിക്രമണം ചെയ്യുവാൻ എടുക്കുന്നത് 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ വരെയാണ്. 230 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ വരെ. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങോട്ടാണ് നീങ്ങുന്നത്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ വരെ തെക്ക് ദക്ഷിണായന രേഖ വരെ നീളുന്നു. തെക്ക് ദക്ഷിണായന രേഖ. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് എന്നാണ്? ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ഡിസംബർ 22 ഡിസംബർ 22. ഡിസംബർ 22 എന്ത് വിളിക്കുന്നു? ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം. ശൈത്യ അയനാന്ത ദിനം. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ഉത്തരാർദ്ധ ധ്രുവ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ 6 മാസക്കാലം എന്തായിരിക്കും? രാത്രിയായിരിക്കും. 6 മാസക്കാലം രാത്രി. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം തെക്കോട്ട് ഏത് രേഖ വരെയാണ് നീളുന്നത്? തെക്കോട്ട് ദക്ഷിണായന രേഖ വരെ നീളുന്നു. ധ്രുവ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് കാണപ്പെടുന്ന പ്രകാശ പ്രതിഭാസം. ധ്രുവ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് കാണപ്പെടുന്ന പ്രകാശ പ്രതിഭാസമാണ് ധ്രുവദീപ്തി. ധ്രുവദീപ്തി. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയുടെ പേര്. ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയാണ് അറോറ ബോറിയാലിസ്. അറോറ ബോറിയാലിസ് ഉത്തര ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയാണ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയുടെ പേരെന്താണ്? ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത് അറോറ ഓസ്ട്രാലിസ് ആണ്. അറോറ ഓസ്ട്രാലിസ്. ദക്ഷിണ ധ്രുവ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ധ്രുവദീപ്തിയാണ് അറോറ ഓസ്ട്രാലിസ്. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്ത് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എന്ത് സംഭവിക്കുന്നു? ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുന്നു. ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? വസന്തകാലമായിരിക്കും. വസന്തകാലം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ വസന്തകാലമാണ്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മകാലം. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ എത്ര സമയം വേണം? ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ
1 മണിക്കൂർ. ഭൂമിക്ക് 15 ഡിഗ്രി തിരിയാൻ എത്ര സമയം വേണം? 1 മണിക്കൂർ. 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് എത്ര സമയം വേണം? 1 ഡിഗ്രി രേഖാംശം കടക്കാൻ ഭൂമിക്ക് ആവശ്യമായ സമയം 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ്. ഓരോ ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും അനുപാതികമായ സമയ വ്യത്യാസം എത്ര? ഓരോ ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിനും അനുപാതികമായ സമയ വ്യത്യാസം 4 മിനിറ്റ് ആണ്. 4 മിനിറ്റ്. ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ഏതാണ്? ജയ്സിംഗ് രണ്ടാമൻ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം ജന്തർ മന്ദിർ ആണ്. ജന്തർ മന്ദിർ. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുത് ജയ്പൂരിലെ ജന്തർ മന്ദിർ ആണ്. ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട വർഷം? ജയ്പൂരിലെ ജന്തർ മന്ദിർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 2010 2010. ജന്തർ മന്ദിർ നിർമ്മിച്ചതാരാണ്? ജന്തർ മന്ദിർ നിർമ്മിച്ചത് ജയ്സിംഗ് രണ്ടാമനാണ്. ജന്തർ മന്ദിർ നിർമ്മിച്ചതാര്? ജയ്സിംഗ് രണ്ടാമൻ. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറും അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം എത്ര? ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ രേഖാംശ വ്യത്യാസം 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്ന രേഖാംശം? ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്ന രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം കണക്കാക്കുന്ന ഇന്ത്യയുടെ മാനക സമയം കണക്കാക്കുന്ന രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. ലോകത്തെ എത്ര സമയ മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു? ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24 സമയ മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. 24 സമയ മേഖലകൾ. ഇപ്പോൾ 55 ക്വസ്റ്റ്യൻസിൽ 44 മാർക്കാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്